പാർക്കിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടുള്ളൊരു പാർക്കിൽ വന്നതാണ് കുട്ടികളെ കൊണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാലോ. അപ്പോൾ ആദ്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. വലിയവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മളെ പാർക്കിൻ്റെ പേര് വരുന്നത് ഷെയ്ഡ് ഹെർബൽ ഗാർഡൻ എന്നാണ് കേട്ടോ. റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ വിശേഷങ്ങൾ കണ്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതുപോലെ 2 വഴി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള വഴി നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ മക്കളൊക്കെ ഏലക്കോ ഓടിയിട്ട് നേരെ പാർക്കിൽ ചെന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അവർ ഊഞ്ഞാലാട്ടും കാര്യങ്ങളൊക്കെയാണ്. അധികം തിരക്കൊന്നുമില്ലാതെ നല്ല പീസായിട്ട് നല്ല കാമായിട്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് നമ്മളെ ഷെയ്ഡ് ഹെർബൽ ഗാർഡന്. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ വയനാട് ആക്ടർ സലീമിക്കാൻ്റെ ഹോട്ടൽ കഴിഞ്ഞ് കുറച്ച് മുന്നിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു കുട്ടികളെ പാർക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഇഞ്ചിൻ ഉണ്ട്. അപ്പോൾ അതിൽ മക്കൾ മോനെ നല്ല വണ്ടി ഓട്ടി കളിയാണ് കേട്ടോ. പിന്നെ പെൺകുട്ടിയൊക്കെ പറ്റിയ അല്ലറ ചില്ലറ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. അപ്പോൾ മോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളിവിടെ ഓരോന്ന് കണ്ടിട്ട് എല്ലാത്തിലും ഒന്ന് കയറി എല്ലാം ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഹൈപ്പൊന്നും കൊടുത്ത് വരാൻ പറ്റിയൊരു പാർക്കറ്റ് അല്ല. എന്നാലും നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് പീസായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു കുഞ്ഞു പാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ അവർ നല്ല കളിയിലാണ്. മക്കൾ 3 പേര് അവിടെ പാർക്കിൽ കളിക്കാണ്ട് സമയം കൊണ്ട് ഞാൻ പാർക്ക് മൊത്തം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് കുറച്ച് നടക്കുമ്പോൾ നമ്മൾ സംഗീതോപകരണങ്ങളൊക്കെ വെച്ചിട്ട് ഇരിപ്പിട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി നല്ല ഭംഗിയില്ല കാണാൻ. നമ്മൾ തബലയൊക്കെ വെച്ചിട്ട് വീണ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ ഒരു കുഞ്ഞു വീട് പോലെ മരത്തിൻ്റെ ഇതിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ മരത്തിൽ കണ്ടോ കിളിക്കൂട് പോലെ അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് സമയം ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടേച്ചും വരാം കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താക്കാം ഇതിലങ്ങനെ താഴത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഇതിൽ മേലോട്ട് ഇനി വയ്യില്ല. നമുക്ക് എന്തായാലും താഴത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാവേ. അവിടെയൊക്കെ കണ്ട് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ അതുപോലെ കുറേ ഇരിപ്പിടങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാർക്കിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അവർ ഒരുപാട് ഇരിപ്പിടങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി ഒരു കുഞ്ഞ് ഹെലികോപ്റ്റർ ഇവിടെ കിടക്കുന്നത് കണ്ടോ. കണ്ട ഹട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ 2 പോണ്ടുകളും ഉണ്ട് കേട്ടോ. അപ്പം ഇതിലിപ്പോൾ മീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു മുക്കുവൻ ഇരിപ്പുണ്ട്. നോക്കി ഒരു ജോക്കർ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജോക്കറിന് പോയിട്ട് കമ്പനി കൊടുക്കാതെന്ന് വിചാരിച്ച് അവരുടെ അടുത്തോട്ട് പോയിട്ടോ. അപ്പോൾ മക്കൾ നേരെ കളിക്കാൻ വേണ്ടി ഇവിടെ താഴെയും പാർക്കുണ്ട് കേട്ടോ. അവരങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നേ. അപ്പോൾ നോക്കിയാൽ ഈ ഒരു പോണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു മുക്കുവനൊക്കെ ഇരിക്കുന്നതൊക്കെ ഇല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ മക്കൾ താഴത്ത് മേലുള്ളതുപോലെ തന്നെ താഴത്ത് വേറൊരു പാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ മക്കൾ നേരെ വന്ന് ഇവിടെ കളിയും പരിപാടിയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ മോന് വീട്ടിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വേഷം നോക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ മറ്റു കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ പാർക്കിൽ നിന്ന് നേരെ മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വന്നപ്പം ഹെലികോപ്റ്റർ അവിടെ ഓപ്പൺ ആയി കിടപ്പുണ്ട്. അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് മക്കൾക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. മക്കൾക്ക് അത് കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൽ വരുന്നവർ എന്തായാലും ഈ പാർക്കിലൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്